Accurate Accounting Services, GST registration, GST return, income tax return, TDS filing, e-way billing preparations ഒക്കെ പ്രൊഫഷണലായി ചെയ്തു കൊടുക്കുന്നു. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്യുറേറ്റിൻ്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു. പാൻ, ടാൻ, PF, ESI, DSC സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ്. അതുകൂടാതെ ക്ലയൻറ്റിൻ്റെ ഓഫീസിലെത്തി അക്കൗണ്ട്സ് വർക്ക് ചെയ്തു കൊടുക്കുന്നു. ടൈംലി സർവീസും കറക്റ്റ് ഫയലിംഗും റിലയബിൾ കംപ്ലയിൻറ്റ് സപ്പോർട്ടും ആക്യുറേറ്റ് നൽകുന്നു. ലൊക്കേഷൻ വരുന്നത് പള്ളുരുത്തി പഷ്ണിത്തോട് പാലം ബസ് സ്റ്റോപ്പിന് സമീപം. ആക്യുറേറ്റ് അക്കൗണ്ടിംഗ് സർവീസസ്, ഇനിയെല്ലാം ആക്യുറേറ്റ്. കൊച്ചിൻ മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ 68ാമത് വാർഷിക പൊതുയോഗം നടത്തി. കൊച്ചിൻ മഹിളാ സമാജത്തിന്റെ 68ാമത് വാർഷിക പൊതുയോഗം സെപ്റ്റംബർ 27-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സമാജം പ്രസിഡന്റ് ശ്യാമള എസ് പ്രഭുവിന്റെ അധ്യക്ഷതയിൽ കൂവപ്പാടത്തുള്ള കൊച്ചിൻ മഹിളാ സമാജം ഹാളിൽ വെച്ച് നടത്തി. ഡോക്ടർ മേനോൻസ് മാധവ ആയുർവേദ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ഗീത ജി മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ DTP സെന്റർ നടക്കുന്നുണ്ട്, യോഗ ക്ലാസ് നടക്കുന്നുണ്ട്, ഹോസ്റ്റൽ നടക്കുന്നുണ്ട്, അതുപോലെ ട്യൂഷൻ സെന്റർ നടക്കുന്നുണ്ട്, ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇനി എന്ത് ഇല്ല എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ടും ഇവിടെ വളരെ ഭംഗിയായി നടന്നു വരുന്നു എന്നുള്ളത് തന്നെ ഈ സ്ത്രീ കൂട്ടായ്മയുടെ ഒരു ബലം തന്നെയാണ്. അത് നിസ്സംശയം പറയാം. ഇപ്പോ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ എന്ത് കാര്യത്തിനും മുന്നോട്ട് കൊണ്ടുവന്ന് എന്ത് കാര്യവും നേടിയെടുക്കാൻ പ്രാപ്തയാക്കുക എന്നുള്ള അതിനെയാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വിജയകുമാരി പ്രാർത്ഥന നടത്തി. രുക്മണി എ സ്വാഗത പ്രസംഗവും മഹിളാ സമാജം പ്രസിഡന്റ് ശ്യാമള എസ് പ്രഭു അധ്യക്ഷ പ്രസംഗവും മഹിളാ സമാജം സെക്രട്ടറി വനിജ ഡി കമ്മത്ത് റിപ്പോർട്ട് അവതരണവും കുസുമം ബാലൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് കൊച്ചി മഹിളാ സമാജം അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടന്നു. മനസ്സിൽ വിചാരിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യം ഒന്നും പറ്റില്ല. പക്ഷെ ഡോക്ടർ അന്ന് സഹിച്ച ത്യാഗം ഇന്ന് നമുക്കിവിടെ ഒരു വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. നമുക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരു വലിയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച്. പണ്ടത്തേലും നമുക്ക് ഈ വീടുകളിലൊക്കെ മിഷനൊക്കെ വന്നതോട് കൂടിയിട്ട് ഒത്തിരി സമയമുണ്ട്. ആ സമയം ജനനന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.